Hey YouTubers, എല്ലാവർക്കും നമസ്കാരം. You're on Technofactory with me Sumodh and welcome to Tech Hot News. So straight away let's move on to some important updates from Intel. കാരണം Intel കമ്പനിയുടെ കുറേ അപ്ഡേറ്റ്സ് ഇവിടെ പറയാനുണ്ട്. Intel ആൻഡ് AMD നമുക്കറിയാം രണ്ട് കമ്പനീസും ബിസിനസ് റൈവൽസ് ആണ്. പക്ഷേ ഈ രണ്ട് കമ്പനീസിന്റെ ഇടയ്ക്ക് ഒരു കോമൺ എനിമി വന്നാൽ എങ്ങനെ ഇരിക്കും? സോ സ്ട്രാറ്റജി കംപ്ലീറ്റ്ലി ചേഞ്ച് ആകും. ഒരു കോമൺ എനിമി വരുമ്പോൾ the best thing to do is joining hands. സോ അത് തന്നെയാണ് ഇപ്പോൾ Intel ആൻഡ് AMD ചെയ്തേക്കുന്നത് and that common enemy is ARM-based processors. So October 15th വാഷിംഗ്ടണിൽ നടന്ന ലെനോവോ കമ്പനിയുടെ ടെക് വേൾഡ് 2024 കോൺഫറൻസിലാണ് ഒഫീഷ്യലി ഇന്റൽ, AMD ആൻഡ് വേറെ കുറെ ടോപ്പ് കമ്പനീസ് ചേർന്ന് പുതിയൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത് കോൾഡ് X86 അഡ്വൈസറി ഗ്രൂപ്പ്. സോ ഈ ഗ്രൂപ്പ് ഫോം ചെയ്യാനുള്ള റീസൺ പുറത്ത് പറഞ്ഞേക്കുന്നത് X86 എന്ന ആർക്കിടെക്ചറിനെ ഫ്യൂച്ചർ പ്രൊഡക്ട്സിൽ ബെറ്റർ ആക്കണം, കമ്പാറ്റബിലിറ്റി എൻഹാൻസ് ചെയ്യണം ആൻഡ് മേ ബി ക്രോസ് പ്ലാറ്റ്ഫോം കമ്പാറ്റബിലിറ്റി കൊണ്ടുവരാനും പ്ലാൻസ് ഉണ്ട്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്സ് ഒക്കെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാനും ഡെവലപ്പേഴ്സിന് ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ് ഫ്യൂച്ചർ ഡിസൈൻ ചെയ്യാൻ വേണ്ടി എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ദ റിയാലിറ്റി ഈസ് ഇന്റലിന്റെ X86 ആർക്കിടെക്ചർ ഇപ്പോൾ പഴയതായി, ഇറ്റ്സ് സ്ലോലി ഡൈയിങ് നൗ. ആൻഡ് X86 ആർക്കിടെക്ചർ യൂസ് ചെയ്യുന്ന കമ്പനിക്ക്, അതായത് ഇന്റലിന് ഓബ്വിയസ്ലി ARM ബേസ്ഡ് പ്രോസസേഴ്സിനെ നല്ല പേടിയുണ്ട്. അതാണ് എല്ലാവരും കൂടി ചേർന്ന് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയത് ടു ഡിഫെൻഡ് X86 ആർക്കിടെക്ചർ ഫ്രം ARM. സോ X86 എന്ന് പറയുന്നത് 1978 ഇന്റൽ ഇറക്കിയ 8086 മൈക്രോ പ്രോസസറിലാണ് ഫസ്റ്റ് ടൈം X86 ആർക്കിടെക്ചർ യൂസ് ചെയ്യുന്നത്. സോ 8086 ആയതുകൊണ്ട് അങ്ങനെയാണ് X86 എന്ന് പേര് വന്നത്. ആൻഡ് ടിൽ ഡേറ്റ് ഇന്റൽ യൂസ് ചെയ്യുന്ന ഈ X86 പഴയ ആർക്കിടെക്ചർ തന്നെയാണ്. ARM എന്ന് പറയുന്നത് ആക്ച്വലി സ്റ്റാൻഡ്സ് ഫോർ അഡ്വാൻസ്ഡ് റിസ്ക് മെഷീൻസ്. ARM ബേസ്ഡ് പ്രൊഡക്ട്സിന്റെ റിസർച്ച് ആക്ച്വലി തുടങ്ങിയത് 1980s പക്ഷേ കമ്പനി ഫോം ആകുന്നത്, ആക്ച്വൽ കമ്പനി ARM ഹോൾഡിംഗ്സ് എന്ന കമ്പനി ഫോം ആകുന്നത് 1990 ഇതൊരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചേർന്ന് ഫോം ചെയ്തതായിരുന്നു. ഇതിൽ ഇന്റലും ഒരു കമ്പനി ആയിരുന്നു. സോ ഈ X86 ആർക്കിടെക്ചർ ആൻഡ് ARM ആർക്കിടെക്ചറിൽ മേജർ ഡിഫറൻസ് വരുന്നത് രണ്ടും യൂസ് ചെയ്യുന്നത് ഡിഫറെന്റ് ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് ആണ്. ARM യൂസ് ചെയ്യുന്നത് റിസ്ക് ഇൻസ്ട്രക്ഷൻസ് ആണ്, റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയും. സോ ചെറിയ സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് ആണ് ഇൻസ്ട്രക്ഷൻ സെറ്റിൽ കോഡ് ചെയ്തേക്കുന്നത് ടു പെർഫോം ഇൻഡിവിജ്വൽ ടാസ്ക്. സോ അതുകൊണ്ട് തന്നെ ബെറ്റർ പെർഫോമിംഗ് ആയിരിക്കും, ബെറ്റർ എഫിഷ്യന്റ് ആയിരിക്കും. കാരണം ഇതിലെ ഇൻസ്ട്രക്ഷൻസ് സിമ്പിൾ ആണ്, സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ചെറിയ ഇൻസ്ട്രക്ഷൻസ് ആണ്. ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ ഇൻസ്ട്രക്ഷൻസ് ആണ് ഇതിൽ കൊടുക്കുന്നത്. X86 യൂസ് ചെയ്യുന്നത് CISC ആണ്, കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടിംഗ്. പേര് പോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് കുറച്ച് കോംപ്ലക്സ് ആണ്. ചില സമയത്ത് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് പെർ ഇൻസ്ട്രക്ഷൻ സെറ്റ് പെർഫോം ചെയ്യേണ്ടി വരും ഒരു ചെറിയ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. ഇൻസ്ട്രക്ഷൻ ആദ്യം മനസ്സിലാക്കി ഡീകോഡ് ചെയ്തെടുത്ത് എക്സിക്യൂട്ട് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ച് ടൈം അടിക്കും. പക്ഷേ സെയിം ടൈം ഹെവി ഡ്യൂട്ടി ടാസ്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും, ലൈക്ക് ഗെയിമിംഗ്. സോ അതുകൊണ്ട് തന്നെയാണ് ARM ബേസ്ഡ് പ്രോസസ് ഓവറോൾ പെർഫോമൻസ് ആൻഡ് എഫിഷ്യൻസിയിൽ ബെറ്റർ ആകുന്നത്. ലൈക്ക് ആപ്പിളിൻ്റെ M സീരീസ് ചിപ്സ്, അതേപോലെ ലേറ്റസ്റ്റ് വന്ന സ്നാപ്ഡ്രാഗൺ എലൈറ്റ് പ്രോസസ്സേഴ്സ്. സോ ഇതൊക്കെ ARM ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ എഫിഷ്യൻറ്റും ആണ്, കമ്പാരിറ്റീവ്ലി പെർഫോമൻസും ബെറ്റർ ആണ്. പക്ഷേ X86 ഒരു അഡ്വാൻറ്റേജ് കുറച്ച് ഹെവി ആയിട്ടുള്ള ടാസ്ക് ചെയ്യുമ്പോഴാണ്, ഗെയിമിംഗ് അല്ലെങ്കിൽ റെൻഡറിങ് ഇതുപോലത്തെ ഹെവി വർക്ക് ലോഡ്സിലൊക്കെ X86 കുറച്ച് ബെറ്റർ ആണ്. സോ ദാറ്റ്സ് വൈ ഗെയിമിംഗ് പെർഫോമൻസ് ആൻഡ് സം ഹൈ എൻഡ് ടാസ്ക് ഒക്കെ നോക്കുവാണെങ്കിൽ വിൻഡോസ് ബേസ്ഡ് X86 ആർക്കിടെക്ചർ ആണ് കമ്പാരിറ്റീവ്ലി ബെറ്റർ. സോ എന്തായാലും ഇപ്പോൾ ഇന്റലിന്റെ സിറ്റുവേഷൻ കുറച്ച് മോശമാണ് ആൻഡ് ഇന്റൽക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ARM ബേസ്ഡ് പ്രോസസ്സേഴ്സ് അല്ലെങ്കിൽ ചിപ്സിൽ മറ്റ് കമ്പനീസ് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇതിങ്ങനെ പ്രോഗ്രസ് ആകുവാണെങ്കിൽ X86 പണി കിട്ടുമെന്ന്. സോ അതുകൊണ്ടാണ് ഇന്റൽ മറ്റ് കമ്പനീസ്, ഈവൻ റൈവൽ കമ്പനീസ് ആണെങ്കിലും അവരുടെ കൂടെ ചേർന്ന ഒരു അഡ്വൈസറി കമ്മിറ്റി ഓർ X86 അഡ്വൈസറി ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്. സോ ഈ ഗ്രൂപ്പിൽ ഗൂഗിൾ വരുന്നുണ്ട്, ബ്രോഡ്കോം, ഡെൽ, HP, ലെനോവോ, മൈക്രോസോഫ്റ്റ്, മെറ്റ, ഒറാക്കിൾ, റെഡ് ഹാറ്റ് പോലത്തെ വലിയ കമ്പനീസ് വരുന്നുണ്ട്. ആൻഡ് ഓൾസോ എപ്പിക് ഗെയിംസിലെ ടിം സ്വീനി, ലിനക്സിന്റെ ക്രിയേറ്ററായ ലൈനസ് ടൊർവാൾഡ്സ്, ഇവരൊക്കെ ഇൻഡിവിജ്വൽ ലൂമിനറി മെമ്പേഴ്സ് എന്ന ടാഗിലാണ് ഈ ഗ്രൂപ്പിൽ വന്നേക്കുന്നത്. ഇവിടെ എന്തായാലും AMD ആൻഡ് എൻവിഡിയയുടെ റോൾ കുറച്ച് സസ്പീഷ്യസ് ആണ്. ബിക്കോസ് ഈ രണ്ട് കമ്പനീസിന്റെ ഇപ്പോഴത്തെ കുറച്ച് റൂമേഴ്സ് നോക്കുവാണെങ്കിൽ ഈ രണ്ട് കമ്പനീസ് വെരി സൂൺ തന്നെ ARM ബേസ്ഡ് ചിപ്സിലോട്ട് മൂവ് ഓൺ ചെയ്യുമെന്നൊക്കെ പ്ലാൻ ഉണ്ട്. അതിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇതെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. സ്ട്രോങ് റൂമേഴ്സ് ആണ് 2025 അല്ലെങ്കിൽ 2026 ഈ രണ്ട് കമ്പനീസിന്റെ ARM ബേസ്ഡ് പ്രൊഡക്ട്സ് വരുമെന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇന്റലിന്റെ X86 സേവ് ചെയ്യാൻ വേണ്ടി ഇവരെല്ലാവരും കൂടെ ഒന്നിക്കുന്നു എന്ന് പറയുമ്പം ഇത് ശരിക്കും കൂടെ നിന്ന് ഇന്റലിനെ സേവ് ചെയ്യാനാണോ അതോ ബാക്കിൽ നിന്ന് നല്ല രീതിയിൽ പണി കൊടുക്കാനാണോ ഒന്നും മനസ്സിലാകുന്നില്ല. എന്തായാലും ഇന്റലിന്റെ X86 ആർക്കിടെക്ചറിന്റെ ഓവറോൾ ഷൈൻ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് ക്ലിയർലി എവിഡന്റ് ആണ്. റീസെന്റ് ഇറങ്ങിയ ഇന്റലിന്റെ കോർ അൾട്രാ സീരീസ് പ്രോസസേഴ്സിന്റെ മാർക്കറ്റ് റിസപ്ഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് ക്ലിയർലി മനസ്സിലാക്കാൻ പറ്റും. സോ എനിവേസ് ലെറ്റ്സ് സീ വാട്ട്സ് ഗോണ ഹാപ്പൻ വിത്ത് ഇന്റൽ. പക്ഷേ ഇന്റലിന്റെ ന്യൂസ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ US ഗവൺമെന്റ് ആക്ച്വലി ഇന്റലിനെ സേവ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. US ഗവൺമെന്റിന് നല്ലൊരു എമൗണ്ട് ലോൺ ഇന്റലിന്റെ ഓൺ ഫൗണ്ടറി US തന്നെ തുടങ്ങാൻ വേണ്ടി US ഗവൺമെന്റ് ആൻഡ് ഇന്റൽ തമ്മിൽ പ്രൊപ്പോസൽസ് ഉണ്ടായിരുന്നു. ലേറ്റസ്റ്റ് ഇറങ്ങിയ ഇന്റലിന്റെ കോർ അൾട്രാ ചിപ്സ് നോക്കുവാണെങ്കിലും ഇന്റൽ അല്ല ഉണ്ടാക്കിയത്, TSMC ത്രൂ ആണ് ഇത് മാനുഫാക്ചർ ചെയ്തേക്കുന്നത്. സ്പെഷ്യലി ഗ്രാഫിക്സ് സ്റ്റൈൽ TSMCയുടെ N5P എന്ന നോഡിലാണ്, SoC ആൻഡ് IO ടൈൽസും TSMCയുടെ N6 നോഡിലാണ്
ആണ് ചെയ്തേക്കുന്നത്. ബേസ് ടൈൽ മാത്രമാണ് ഇന്റൽ ഉണ്ടാക്കിയത്. ബാക്കി മേജർ ടൈൽസ് ഒക്കെ ഫ്രം TSMC ആണ്. സോ ഇപ്പോൾ ഈ പറഞ്ഞ ലോണിൻ്റെ കാര്യം ഡൗട്ട്ഫുൾ ആണ്. US ഗവൺമെൻറ്റിന് കുറച്ചും കൂടി ടൈം വേണം ഇന്റലിൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ. കാരണം സിറ്റുവേഷൻ വേഴ്സ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു വലിയ ഡൗൺഫോൾ ഇന്റലിനുണ്ടായി. ഡൗ ജോൺസ് എന്ന ഇൻഡസ്ട്രിയൽ ഇൻഡെക്സ്, അതായത് US മാർക്കറ്റിലെ US ഷെയർ മാർക്കറ്റിലെ ടോപ്പ് 30 ഷെയർ ഹോൾഡിംഗ് കമ്പനീസിൻ്റെ ഒരു ഇൻഡസ്ട്രിയൽ ലിസ്റ്റിംഗ് ആണിത്. ഇപ്പോൾ കഴിഞ്ഞ 25 ഇയേഴ്സ് ആയിട്ട് ഇന്റൽ ഈ ടോപ്പ് 30 ലിസ്റ്റഡ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഡ്യൂ ടു കറന്റ് സിറ്റുവേഷൻ ഇന്റലിനെ ആഫ്റ്റർ 25 ഇയേഴ്സ് ഈ ലിസ്റ്റിൽ നിന്ന് എടുത്ത് കളഞ്ഞേക്കുവാണ്. 2024 ക്വാർട്ടറിലെ റവന്യൂ നോക്കുവാണെങ്കിൽ 16.6 ബില്യൺ ആണ് ഇന്റൽ ലോസ് അയക്കുന്നത്. സോ ഓവറോൾ ഇന്റലിന്റെ ഷെയർസ് ലൂസ് ആവുന്നുണ്ട്, ഇന്റൽ ഇതുവരെ ഉണ്ടാക്കിയ വാല്യൂ ലൂസ് ആവുന്നുണ്ട്. സോ ഇതെല്ലാം കണ്ടും ഈവൻ US ഗവൺമെന്റും ഇപ്പം കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. അത് മാത്രമല്ല വേറെ കുറേ ഡീൽസും ഇടയ്ക്ക് കേൾക്കുന്നു. ക്വാൾകോം കമ്പനി ഇന്റലിനെ പർച്ചേസ് ചെയ്യാൻ റെഡിയാണ്. നവംബറിലെ US പ്രസിഡൻഷ്യൽ ഇലക്ഷൻസിന്റെ റിസൾട്ട്സിന് വേണ്ടി ക്വാൾകോം വെയിറ്റ് ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത്. സോ എന്തായാലും റൂമേഴ്സ് വെച്ച് നോക്കുവാണെങ്കിൽ ക്വാൾകോം PC ചിപ്സിന്റെ മെയിൻ ടെക്നോളജിയിലാണ് ഇൻട്രസ്റ്റഡ് എന്നാണ് കേൾക്കുന്നത്. ബിക്കോസ് ഇന്റലിന്റെ കുറേ പേറ്റന്റഡ് ആയിട്ടുള്ള ടെക്നോളജി ഉണ്ട്. ഫോറോസ് ആർക്കിടെക്ചർ, അതേപോലെ ഇന്റലിന്റെ ത്രെഡ് ഡയറക്ടറി, USB, വൈഫൈ സ്റ്റാൻഡേർഡ്സ്, ഇങ്ങനത്തെ ഓൾമോസ്റ്റ് ഹൺഡ്രഡ്സ് ഓഫ് പേറ്റന്റഡ് ടെക്നോളജി ഇന്റലിന്റെ പേരിലുണ്ട്. സോ ലെറ്റ്സ് സീ എന്താകുമെന്നുള്ളത്. ആൻഡ് ഫൈനലി ഇന്റലിന്റെ ന്യൂസ് പറയുവാണെങ്കിൽ ലേറ്റസ്റ്റ് ഇറങ്ങിയ ക്യൂർ അൾട്രാ സീരീസ് പ്രോസസറിന്റെ പെർഫോമൻസ് ആണ്. ലോഞ്ച് ആയപ്പോൾ തന്നെ ഇനീഷ്യൽ റിവ്യൂസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. പെർഫോമൻസ് വൈസ് വലിയൊരു മാർജിനൽ ഇംപ്രൂവ്മെൻ്റ് ഒന്നുമില്ല. സോ ഇനീഷ്യലി വന്ന റിവ്യൂസും ഇതെല്ലാം കണ്ടിട്ട് ഇന്റൽ തന്നെ ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ബെഞ്ച് മാർക്സ് ആൻഡ് റിവ്യൂസ് ചെയ്ത റിവ്യൂവേഴ്സിൻ്റെ ഡേറ്റ ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. സോ അതിനെ അവർ അനലൈസ് ചെയ്യുന്നുണ്ട്. എവിടെയാണ് മിസ്റ്റേക്ക്, എന്താണ് മിസ്റ്റേക്ക് എന്നൊക്കെ അനലൈസ് ചെയ്തിട്ട് ഇതിൽ റെക്ടിഫിക്കേഷൻസ് ചെയ്യാനുള്ള സ്കോപ്പ് ചെക്ക് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഇന്റലിന്റെ വൈസ് പ്രസിഡന്റ് ആൻഡ് ജനറൽ മാനേജർ റോബർട്ട് ഹാലോക്കിന്റെ റീസെന്റ് ഇന്റർവ്യൂവിൽ പുള്ളി പറഞ്ഞത് ലേറ്റസ്റ്റ് അൾട്രാ സീരീസ് പ്രോസസ്സിൽ പെർഫോമൻസ് ബേസ്ഡ് ചില OS റിലേറ്റഡ് ഇഷ്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ചില ബയോസ് ലെവലിലെ ഇഷ്യൂസും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. സോ ഓൾറെഡി ഇതിന്റെ ഫിക്സും കാര്യങ്ങളും OS ലെവലിലും ബയോസ് ലെവലിലും ഇന്റൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓൾറെഡി വർക്കിംഗ് ഓൺ ദിസ്. സോ ബൈ ഡിസംബർ പുതിയ ബയോസ് അപ്ഡേറ്റ്സ് ആൻഡ് OS പാച്ചസ് റിലീസ് ആകും. സോ അതോടെ പെർഫോമൻസ് പഴയതിലും ബെറ്റർ ആകുമെന്നാണ് ഇന്റൽ പറയുന്നത്. സോ ഇതൊക്കെ എന്തായാലും നമുക്ക് ഒരു 1 or 2 months കഴിഞ്ഞിട്ട് അറിയാൻ പറ്റും. പെർഫോമൻസ് മാത്രം ആക്ച്വലി കൂടിയിട്ട് കാര്യമില്ല, പക്ഷെ പ്രൈസിങ്ങും കുറച്ചുകൂടി കോമ്പറ്റീറ്റീവ് ആയിട്ട് കുറയ്ക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. സോ എന്തായാലും ഒരു വേഴ്സ്റ്റ് ഫേസിലാണ് ഇപ്പോൾ ഇന്റൽ നിൽക്കുന്നത്. ആസ് എ കമ്പനി ശരിക്കും സ്ട്രോങ്ലി തിരിച്ചു വരണം തന്നെയാണ് പറയുന്നത്. ബിക്കോസ് ഇന്റലിന്റെ ആ പഴയ സ്റ്റേജിലോട്ട് ഇപ്പം ചെറുതായിട്ട് AMD മൂവ് ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. AMD പ്രോസസ്സിന്റെ പ്രൈസിംഗ് ഒക്കെ കുറച്ചൊന്ന് കൂടുതലാണ്. അതേപോലെ ഇന്റലിന്റെ പഴയ മൊണോപ്പൊളി AMDലോട്ട് ഷിഫ്റ്റ് ആകാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ എന്തായാലും മാർക്കറ്റിൽ കോമ്പറ്റീഷൻ വരണം. ആൻഡ് നെക്സ്റ്റ് അപ്ഡേറ്റ്, ലെറ്റ്സ് ടോക്ക് അബൌട്ട് NVIDIA ഫൈനലി അവരുടെ പഴഞ്ചൻ GeForce എക്സ്പീരിയൻസ് ആൻഡ് കൺട്രോൾ പാനൽ റീവാമ്പ് ചെയ്തിട്ടുണ്ട്. സോ NVIDIA ഡ്രൈവേഴ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പം NVIDIAയുടെ കൺട്രോൾ പാനലും NVIDIA ഡ്രൈവേഴ്സ് ആൻഡ് NVIDIAയുടെ GeForce എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇനീഷ്യലി ഇൻസ്റ്റാൾ ചെയ്യുന്നത്. GeForce എക്സ്പീരിയൻസ് പ്രോപ്പർലി യൂസ് ചെയ്യണമെങ്കിൽ ലോഗിൻ ചെയ്യണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. സോ ഇപ്പോൾ എന്തായാലും NVIDIA കൺട്രോൾ പാനൽ ആൻഡ് NVIDIA GeForce എക്സ്പീരിയൻസിനെ ക്ലബ് ചെയ്ത ഒരു സിംഗിൾ സോഫ്റ്റ്വെയർ, സിംഗിൾ ആപ്പ് ആക്കിയിട്ടുണ്ട് NVIDIA ആപ്പ്. സോ നേരത്തെ നമുക്ക് പെർഫോമൻസ് റിലേറ്റഡ് എല്ലാം NVIDIA കൺട്രോൾ പാനൽ പോയി ചെയ്യണമായിരുന്നു. ആൻഡ് NVIDIA കൺട്രോൾ പാനലിന്റെ ലുക്ക് നോക്കുവാണെങ്കിലും ഒരു ഔട്ട്ഡേറ്റഡ് UI ആയിരുന്നു. സോ ഇതെല്ലാം ചേഞ്ച് ആയി പുതിയ ലുക്കിലോട്ടും പുതിയ ഫീച്ചേഴ്സും പഴയ ഫീച്ചേഴ്സിനെ എല്ലാം ക്ലബ് ചെയ്തുകൊണ്ട് ഒരു ഇന്റിഗ്രേറ്റഡ് യൂണിഫൈഡ് സോഫ്റ്റ്വെയർ ആണ് NVIDIA ആപ്പ്. സോ ഇപ്പം കറന്റ് വെബ്സൈറ്റിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് സ്ലോലി ആസ് ടൈം പാസസ് ഇത് NVIDIAയുടെ ഇൻസ്റ്റലേഷൻ, ഡ്രൈവർ ഇൻസ്റ്റലേഷന്റെ അതിൽ തന്നെ ആഡ് ആകുന്നതായിരിക്കും. സോ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ആയിട്ടില്ലെന്നാണ് NVIDIA പറയുന്നത്. ചില സെറ്റിംഗ്സ് ഇപ്പോഴും കൺട്രോൾ പാനലാണ് ഉള്ളത്, അത് സ്ലോലി മൂവ് ആകുന്നതായിരിക്കും. സോ എന്തായാലും NVIDIAയുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്കൊന്ന് ഡൗൺലോഡ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. സോ ഫ്യൂച്ചറിൽ ഡയറക്ട്ലി ഇത് ഇൻറ്റിഗ്രേറ്റ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഓവറോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈസി ആയിരിക്കും. NVIDIA ആപ്പിന്റെ ഒറിജിനൽ ഡൗൺലോഡ് ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് NVIDIAയുടെ RTX 5000 സീരീസിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സ്പെഷ്യലി AD106 ചിപ്പ് യൂസ് ചെയ്യുന്ന ഗ്രാഫിക്സ് കാർഡ്. സോ ഈ ഗ്രാഫിക്സ് കാർഡ്സിന്റെ പ്രൊഡക്ഷൻ ഇപ്പോൾ ഫൈനൽ സ്റ്റേജിലോട്ട് മൂവ് ആകുവാണ്. ഇത് കഴിഞ്ഞിട്ട് പുതിയ പ്രൊഡക്ഷൻ ഉണ്ടാകത്തില്ല. ആൻഡ് സ്ലോലി RTX 4000 സീരീസ് ടോപ്പ് എൻഡ് ഗ്രാഫിക്സ് കാർഡ്സിന്റെ സ്റ്റോക്സ് ആൻഡ് അവൈലബിലിറ്റി കുറയുന്നതായിരിക്കും. AD106 എന്ന് പറയുമ്പോൾ RTX 4070 സീരീസ് ആൻഡ് 4080 സീരീസിൽ വരുന്ന ഗ്രാഫിക്സ് കാർഡ്സ് ആണ് ഫൈനൽ പ്രൊഡക്ഷൻ സ്റ്റേജിൽ കയറിയേക്കുന്നത്. ആൻഡ് ബഡ്ജറ്റ് സീരീസിലെ AD107 യൂസ് ചെയ്യുന്ന RTX 4060 സീരീസ് GPUs എന്തായാലും കുറച്ച് കാലം കൂടി കാണും. എന്തായാലും 5060 ഒക്കെ ഇറങ്ങി കഴിയുമ്പം സ്ലോലി 4060 GPUസും അവർ കട്ട് ഡൗൺ ചെയ്യാൻ തുടങ്ങും. സോ RTX 5000 സീരീസ് GPUs എക്സ്പെക്റ്റഡ് അനൗൺസ്മെന്റ് CES 2025 ജനുവരിയിൽ നടക്കാൻ പോകുന്ന CES 2025 സോ ഹോപ്പ്ഫുള്ളി ഒരു 2 months കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ഐഡിയ കിട്ടും. NVIDIAയുടെ 5000 സീരീസ് GPUസിന്റെ എല്ലാ ഡീറ്റെയിൽസും പുറത്ത് വരുന്നതായിരിക്കും. ആൻഡ് ഫൈനലി NVIDIAയുടെ വേറൊരു അപ്ഡേറ്റ് ആണ്. ഇത് നേരത്തെ ഇന്റലിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ മെൻഷൻ ചെയ്തതാണ്. AMD ആൻഡ് NVIDIA ചേർന്ന് പണി കൊടുക്കാനാണോ ഇന്റലിന് നോക്കുന്നതെന്ന്. അതിന്റെ ഒരു ഏർലി ന്യൂസ് ലീക്സ് ആണ് പുറത്ത് വന്നേക്കുന്നത്. സോ ഈ റൂമേഴ്സിൽ പറയുന്നത് NVIDIA അവരുടെ ARM ബേസ്ഡ് CPU ഓർ എക്സാക്ട്ലി CPU ആണോ APU ആണോ SoC ആണോ എന്ന് അറിയത്തില്ല, അതും ARM ബേസ്ഡ് ചിപ്സിന്റെ ഡെവലപ്മെന്റിലാണ്
ലെവലാണ് എൻവിഡിയ എന്ന്. ഇനീഷ്യലി പറയുന്നത് ലാപ്ടോപ്സിലായിരിക്കും ഫസ്റ്റ് ലാപ്ടോപ്സിൽ ട്രൈ ചെയ്യുന്നതായിരിക്കും എന്നാണ്. ആൻഡ് ആസ് പെർ റൂമേഴ്സ് എൻവിഡിയ ഫസ്റ്റ് പാർട്ട്ണർ ചെയ്യുന്നത് ഡെൽ എന്ന കമ്പനിയുടെ ഏലിയൻവെയർ സീരീസ് ലാപ്ടോപ്സ് ആയിരിക്കും ഫസ്റ്റ് വരുന്നതെന്നാണ്. സോ ഇത് കുറച്ച് നാളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. എൻവിഡിയ ആം ബേസ്ഡ് CPU പുറകിലാണ് എന്തോ ഒരു സംഭവം അവർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്യുന്നുണ്ടെന്ന്. ആൻഡ് അത് കഴിഞ്ഞിട്ട് 2026 മാർക്കറ്റിൽ വരുമെന്നാണ് പറയുന്നത്. ആൻഡ് എൻവിഡിയ എയിം ചെയ്യുന്നത് ഗെയിമേഴ്സിന് മാത്രമല്ല, ഗെയിമേഴ്സ്, ക്രിയേറ്റർ ആൻഡ് ഒരു ഓൾറൗണ്ട് യൂസേജിന് വേണ്ടിയിട്ടുള്ള ഒരു SoC ഓർ APUs ആണ്. പെർഫോമൻസ് വൈസ് എൻവിഡിയ പ്ലാൻ ചെയ്യുന്നത് ലാപ്ടോപ്പ് ലെവൽ RTX 4070 GPUയുടെ പെർഫോമൻസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ആം ബേസ്ഡ് പ്രോസസ്സർ ആയിരിക്കും എന്നാണ്. അതും 65 വാട്ട്സിന്റെ TDP. സോ ജസ്റ്റ് ഇമാജിൻ ലാപ്ടോപ്പ് ലെവൽ RTX 4070 GPU പെർഫോമൻസ് തരുന്ന iGPU ഉള്ളൊരു പ്രോസസ്സർ, അതും ഫ്രം എൻവിഡിയ ആം ബേസ്ഡ് 65 വാട്ട്സിൻ്റെ TDP. ദാറ്റ് വിൽ ബി ഇൻസൈൻ. സോ ഇതെന്തായാലും ശരിയാണെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും. വന്നു കഴിഞ്ഞാൽ ഇൻറ്റലിനും AMDക്കും രണ്ടുപേർക്കും സെയിം ടൈം പണി കിട്ടുന്ന ഒരു സംഭവമാണ്. സോ എന്തായാലും ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ആൻഡ് ഫൈനൽ അപ്ഡേറ്റ് ഈസ് ഫ്രം AMD ലേറ്റസ്റ്റ് ഇറങ്ങിയ RTX 9000 സീരീസിലെ ഫസ്റ്റ് X3D ബേസ്ഡ് ചിപ്പ് Ryzen 7 9800 X3D പ്രോസസ്സേഴ്സ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു പർട്ടിക്കുലർ പ്രോസസ്സറിന്റെ ഒരു ബാഡ് ന്യൂസ് ആണ്. സോ റെഡിറ്റ് യൂസർ ഇട്ട ഒരു പോസ്റ്റ് ആണിത്. പുതിയ 9800 X3D പ്രോസസ്സറും ബോർഡും ബേൺ ഔട്ട് ആയിട്ടുണ്ട്. സോ ഇത് 9000 സീരീസിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് നമ്മൾ കേൾക്കുന്നതും കാണുന്നതും. 7000 സീരീസിൽ 7950 X3Dയുടെ ചില പ്രോസസ്സേഴ്സിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ അത് SoC വോൾട്ടേജിൻ്റെ ഒരു ഫ്ലക്ച്വേഷൻ കാരണം അത് പിന്നീട് ബയോസിൽ റെക്ടിഫൈ ചെയ്തായിരുന്നു. ബട്ട് 9000 സീരീസ് X3D പ്രോസസ്സറിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഫസ്റ്റ് ടൈമാണ്. ഇതിങ്ങനത്തെ ഇഷ്യൂസ് വേറെ ഉണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷേ ആസ് ഓഫ് നോ എന്തായാലും ഈ ഒരു റെയർ ഇൻസിഡൻറ്റ് നമ്മൾ കാണുന്നുള്ളൂ. ആൻഡ് ഇതിനെക്കുറിച്ച് യൂസറിൻ്റെ ടേക്കും ഇങ്ങനെയാണ്. പുള്ളിയും പറയുന്നത് ഇത് പുള്ളിയുടെ മിസ്റ്റേക്ക് ആകാം, ഇൻസ്റ്റലേഷൻ മിസ്റ്റേക്ക് എന്തെങ്കിലും ഫോൾട്ടേ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തതാകാം, പ്രോസസ്സറിൻ്റെ ഫോൾട്ടാണ്, മദർ ബോർഡിൻ്റെ ഫോൾട്ടാണെന്ന് പുള്ളിയൊന്നും അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ അതിൽ ക്ലിയർലി പുള്ളി തന്നെ പറയുന്നുണ്ട് ചിലപ്പം ഇത് എൻ്റെ തന്നെ മിസ്റ്റേക്ക് ആയിരിക്കാം, പ്രോപ്പറായിട്ട് വെച്ചിട്ടുണ്ടാകത്തില്ല, പ്രഷർ കൂടിപ്പോയി. സോ പോസ്റ്റിലും ആക്ച്വലി ക്ലിയർ അല്ല, പക്ഷേ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. സ്പെഷ്യലി ഈ ഫോട്ടോ കാണുവാണെങ്കിൽ സോക്കറ്റ് ഏരിയയിലെ പ്ലാസ്റ്റിക് ഔട്ടർ ബോർഡർ കാണാൻ പറ്റും. സോ അത് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ടോപ്പിൽ നോക്കുവാണെങ്കിൽ ഇവിടെ സ്ലൈറ്റ്ലി കട്ട് ഓഫ് ആയി പുറത്തോട്ട് വന്നിട്ടുണ്ട്. സോ ഇത് മോസ്റ്റ്ലി പുള്ളി പ്രോപ്പറായിട്ട് അല്ലായിരിക്കും പ്രോസസ്സർ വെച്ചിട്ട് പ്രസ് ചെയ്ത് വെച്ചത്. മേ ബി ഓറിയന്റേഷൻ തിരിഞ്ഞു പോയിട്ടുണ്ടാകും. അത് ശ്രദ്ധിക്കാതെ പുള്ളി മേളത്തെ ലിവർ വെച്ച് ഫോഴ്സ് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ടാകണം. അങ്ങനെയാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഏരിയ കട്ടായത്. ഇത് ഓൾറെഡി പലരും കമൻസിൽ തന്നെ മെൻഷൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇതിനെക്കുറിച്ച് ഇപ്പം JS2 സെൻസ് ആൻഡ് പലരും വീഡിയോസും ചെയ്തിട്ടുണ്ട്. സോ മോസ്റ്റ്ലി ഇതൊരു ഹ്യൂമൻ എറർ തന്നെ ആയിരിക്കണം. കാരണം ഓൾറെഡി ഇപ്പോൾ ഒരു 1 വീക്കിന് മേലെ ആയിട്ടുണ്ട് പ്രോസസ്സേഴ്സ് ഇറങ്ങിയിട്ട്. ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വേറെ എങ്ങൊന്നും പോപ്പപ്പായി വന്നിട്ടില്ല. എന്തായാലും ഇത് പ്രോപ്പർലി ടെസ്റ്റ് ചെയ്താലേ നമുക്ക് ആക്ച്വൽ റീസൺ എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. ആൻഡ് ഓൾസോ ആസ് ഓഫ് നോ ഇതൊരു സിംഗിൾ ഇൻസിഡൻ്റ് ആണ്. ഇതുപോലത്തെ മൾട്ടിപ്പിൾ ഇൻസിഡൻസ് ഉണ്ടാകുവാണെങ്കിൽ നമുക്കൊരു മേജർ ഒരു ഡ്രോബാക്ക് എന്ന് പറയാൻ പറ്റും. സോ എന്തായാലും ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. പുതിയ 9000 സീരീസിലെ 3D പ്രോസസ്സേഴ്സ് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതിൻ്റെ എന്തെങ്കിലും ഫ്യൂച്ചറിൽ വേറെ പ്രോസസ്സേഴ്സിൽ എഫക്റ്റ് ആകുന്നുണ്ടോ, ഓർ ഇത് സിംഗിൾ ഇൻസിഡൻ്റ് ആണോ, എന്താണ് ആക്ച്വൽ ഇൻസിഡൻറ്റിൻ്റെ റീസൺ, ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പ്രൊസീഡ് ആകുന്നതായിരിക്കും നല്ലത്. അതല്ല X3D പ്രോസസ്സറിൻ്റെ നല്ലൊരു ബിൽഡ് വേണം, അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റിൽ ഈ പ്രോസസ്സറിൻ്റെ ഒരു ഹൈ എൻഡ് PC സ്പെക്ക് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. TKF Tourbillon ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം. സോ എനിവേസ് ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഇന്നത്തെ ഹോട്ട് ന്യൂസ് വീഡിയോയിൽ ഇതൊക്കെയായിരുന്നു അപ്ഡേറ്റ്സ് ആൻഡ് ലീക്സ്. ആസ് ഓൾവേസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. PC ബിൽസ് ഓർ ടെക് കൺസൾട്ടേഷൻ വേണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.